ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണിത്. ഇത് കാണിക്കൽ അത്യാവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നൊരു യാത്രയിലാണ്, വീഡിയോ ചെയ്യാണ്. അത് കാണൂല. ഞാനിന്നൊരു യാത്രയിലാണ്. അപ്പോൾ യാത്രയിലായതുകൊണ്ട് ഇന്നെപ്പോലെ നിങ്ങളും യാത്ര ചെയ്യാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ആരായിരുന്നു അതിൻ്റെ വീഡിയോൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഈ യാത്ര ഉണ്ടാകും. ആ സന്ദർഭത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്ഷണം ചിലപ്പോൾ കയ്യിൽ കരുതാൻ വിട്ടുപോകും, ഇല്ലെങ്കിൽ കരുതാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചോദ്യം ഉണ്ടാവും. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ, അതെനിക്ക് എൻ്റെ ഭക്ഷണത്തിന് ഇത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഭയപ്പെടേണ്ട. ആര് ഭയപ്പെടേണ്ട? അത് പ്രത്യേകം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാം. 300-350 ഷുഗറുള്ള ആളുകൾ ഈ ഭക്ഷണം രീതി സ്വീകരിച്ചതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആളുകൾ പ്രത്യേകമായിട്ടും അത്ര ഷുഗർ, കാരണം ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പരിചയപ്പെടുത്തൊരു വ്യക്തിനെ വൈകുന്നേരം 10 വർഷമായിട്ട് ഷുഗർ രോഗത്തിൻ്റെ പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. കാല് നീര് വന്ന് മുറിയായി പഴുത്ത് നിൽക്കുന്നുണ്ട്, ഉണങ്ങണില്ല. ആ ആളെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടി വൈകുന്നേരം നിങ്ങൾക്കായിട്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവമായിട്ട് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ ഭയപ്പെടേണ്ട. ഇത് തുടർന്നുകൊണ്ട് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഒന്ന് രണ്ട് ഷുഗറിൻ്റെ റിസൾട്ട് കിട്ടിയ ആളുകൾ, അതുപോലെ നോർമൽ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായ ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഭക്ഷണം. ഞാൻ ഇന്നൊരു പ്ലേറ്റ് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് സലാഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാമും വാൾനട്ടും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വിശപ്പിന് എത്രയാണോ വിശപ്പടങ്ങാൻ ആവശ്യം അത്ര സാധനം മാത്രം എടുക്കുക. നമുക്ക് വിശപ്പടങ്ങാൻ എത്രയാണോ ഭക്ഷണം ആവശ്യം അത്ര ഭക്ഷണം മാത്രം സ്വീകരിക്കുക. ബിരിയാണി കഴിക്കുക കിട്ടിയ ചാൻസാന്ന് വിചാരിച്ചിട്ട് അടിച്ച് വാരി വിഴുങ്ങാൻ പാടില്ല. അതിന് സമയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. കുറേ വീഡിയോസ് ഇതിൽ ഭക്ഷണം ആഡ് ചെയ്യാണ്ട് അതൊരു സമയമാകുമ്പോൾ ഞാൻ ചെയ്യും. കറക്റ്റ് ഞാൻ 1 മാസമായി കഴിഞ്ഞാൽ ആര് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 1 മാസമായി കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം എന്തൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയും. അതുവരെ ഞാൻ പറയില്ല. ഇന്ന് ഞാനിത് ചെയ്യാനുള്ള കാരണം, ഇന്ന് എനിക്ക് അർജൻറ്റായിട്ട് പോരേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് വിരോധമല്ല. പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ രാത്രി പിന്നെ ഇത് കഴിക്കാൻ പാടില്ല. വൈകുന്നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണക്രമത്തിലേക്ക് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയോ പിന്നെ നട്ട്സും ബദാമും വാൾനട്ടും അതേപോലെ തന്നെ ബട്ടർ കോഫി, അതേപോലെ തന്നെ കക്കരിക്ക, അതൊക്കെ വാങ്ങിയാണ്ട് എന്ത് ചെയ്യണം? രാത്രി അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രി ഇത് കഴിച്ച് കിടക്കരുത്. ഏത് ഷുഗർ രോഗത്തിനെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒന്ന് നോർമൽ ആയതിന് ശേഷം. ഞാൻ പിന്നെ ഇതിന്ന് പ്രത്യേകം കഴിക്കാനും കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് ഇട്ടത് കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കാം. രാത്രി കഴിക്കണതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ കാണിച്ചു തരൂല നിങ്ങൾക്കാർക്കും. ഞാനങ്ങനെ കാണിച്ചു തന്നാൽ ആർക്കെങ്കിലും അങ്ങനെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ നമ്മൾ എടുത്ത പണികളൊക്കെ വെറുതെ ആകും. അതുകൊണ്ട് ഇതിനാരും നിൽക്കരുത്. നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ ആവശ്യത്തിന് അടങ്ങാവുന്ന സാഹചര്യത്തിൽ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യത്തിന് കഴിക്കുക. ബദാമും വാൾനട്ടും കയ്യിൽ വെക്കുക. ഈ ഇൻഫോർമേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. കാരണം മറ്റേ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. എൻ്റെ ഓരോ വീഡിയോസിലും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും, പറഞ്ഞു തരും, മനസ്സിലാക്കും. അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നിങ്ങളുടെ ഷുഗർ നോർമലായിരിക്കും. ഇത് ഇടയിൽ എമർജൻസി സമയത്ത് നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ആണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് കഴിക്കാൻ പാടേ ഇല്ല.
ഷുഗർ രോഗി 300 ആൾ കഴിക്കാൻ പാടില്ല. അവൻ എന്ത് കാട്ടിയിട്ടാണെങ്കിലും അവൻ്റെ കയ്യിലുള്ള സാധനം കരുതിയേ പറ്റൂ. എന്നാൽ അഥവാ കഴിച്ചു പോയാൽ പേടിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് ഒന്നുകൂടി കർശനമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി, താങ്ക് യു. ഇൻഫോർമേഷൻ ഞാൻ തന്നുകൊണ്ടേയിരിക്കും, ചെറിയതും വലുതായിട്ട്. അത് നിങ്ങൾ കാണുക, മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.